കേരളത്തിന്റെ സാംസ്കാരിക മണ്ണിൽ ആചാരലംഘനത്തിന്റെ കരിനിഴൽ വീഴ്ത്തിയ ആ കറുത്ത നാളുകൾ മലയാളിക്ക് അത്ര വേഗം മറക്കാനാവില്ല. കലിയുഗവരതനായ മണികണ്ഠന്റെ പൂങ്കാവനത്തെ വിപ്ലവത്തിന്റെ വിളനിലമാക്കാൻ ശ്രമിച്ചവർക്കും ഭക്തരുടെ നെഞ്ചിൽ ചവിട്ടി നവോത്ഥാനം പ്രസംഗിച്ചവർക്കും കാലം കാത്തുവച്ച കാവ്യനീതിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും അകമ്പടിയോടെ കപട പുരോഗമനവാദികളെ മലകയറ്റിയവർക്ക് സുപ്രീം കോടതിയുടെ പുതിയ നീക്കങ്ങൾ ഒരു വലിയ പ്രഹരമായി മാറിയിരിക്കുന്നു. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള 9 ഭരണഘടനാ ബെഞ്ചിന്റെ വരവ് പ്രീണന രാഷ്ട്രീയത്തിന്റെ മരണമണിയാണ് മുഴക്കുന്നത്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ കാട്ടിയ ആവേശം കേരളത്തിലെ നവോത്ഥാന നായകരുടെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു. വിശ്വാസമില്ലാത്ത അയ്യപ്പൻ നിന്ദിക്കുന്ന ബിന്ദു അമ്മിണിയെയും രഹന ഫാത്തിമയെയും പോലെയുള്ളവരെ ഹെൽമറ്റും ജാക്കറ്റും ധരിപ്പിച്ച് മല കയറ്റാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. അന്ന് ഹൈന്ദവ വിശ്വാസികളെ തല്ലിച്ചതയ്ക്കാനും ജയിലിലടയ്ക്കാനും ഉത്തരവിട്ട ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയോടാണ് എന്ന് കേരളത്തിന് ചോദിക്കാനുള്ളത്. എവിടെ പോയി നിങ്ങളുടെ ആ നവോത്ഥാന വീര്യം? ശബരിമലയിൽ ലിംഗസമത്വം പ്രസംഗിച്ച അതേ ആവേശത്തിൽ മുസ്ലിം പള്ളികളിലും സ്ത്രീകൾക്ക് പ്രവേശനം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ ചവിട്ടിമെതിക്കുകയും മറുവിഭാഗത്തിന്റെ അനീതികൾക്ക് നേരെ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ഈ നിലപാട് പച്ചയായ പ്രീണനമാണ്. ശബരിമലയിൽ വിശ്വാസികളെ വെല്ലുവിളിക്കുന്നത് പുരോഗമനമായും മറ്റു മതങ്ങളിലെ അനാചാരങ്ങളെ തൊടുന്നത് മതവിരുദ്ധമായും കാണുന്ന കപട യുക്തിവാദികളുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള 9 ബെഞ്ച് പരിഗണിക്കാൻ പോകുന്ന വിഷയങ്ങൾ കേവലം ശബരിമലയിൽ ഒതുങ്ങുന്നതല്ല. അത് മതസ്വാതന്ത്ര്യത്തിന്റെയും ലിംഗസമത്വത്തിന്റെയും പുതിയ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതാണ്. പള്ളികളിലെ സ്ത്രീ പ്രവേശനം, അതായത് മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണോ എന്ന ചോദ്യം ഉയരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പ്രീണന നിലപാട് വ്യക്തമാക്കേണ്ടി വരും. ആധുനിക കാലത്തും ദാവൂദി ബോറ സമുദായത്തിൽ നടക്കുന്ന കിരാതമായ ആചാരങ്ങൾ നിർത്തലാക്കാൻ കോടതി ഇടപെടുകയാണ്. അതുപോലെ തന്നെ ഒരു മതത്തിന്റെ അവിഭാജ്യമായ ആചാരങ്ങളിൽ കോടതിക്ക് എത്രത്തോളം ഇടപെടാമെന്ന ഗൗരവകരമായ പരിശോധനയും ഇവിടെ നടക്കും. ഹിന്ദു വിശ്വാസങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചിരുന്ന ഹിന്ദു ഓൺലി പരിഷ്കാരങ്ങൾക്ക് ഇനി കോടതിയുടെ മുന്നിൽ സ്ഥാനമില്ല. ലിംഗസമത്വം എന്നത് ഭരണഘടനാ തത്വമാണെങ്കിൽ അത് ശബരിമലയിൽ മാത്രമല്ല പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ഒരുപോലെ ബാധകമാകണമെന്ന ഉറച്ച നിലപാടാണ് ഇവിടെ കാണുന്നത്. ശബരിമല വിധിയുടെ മറവിൽ അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ബിന്ദു അമ്മിണിക്കും രഹന ഫാത്തിമയ്ക്കും ഇപ്പോൾ പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഉറപ്പിച്ചാൽ അവിടെ കയറാനുള്ള ധൈര്യം അവർക്കുണ്ടോ? അതോ പള്ളിയുടെ പടിവാതിൽക്കൽ എത്തുമ്പോൾ നിങ്ങളുടെ ലിംഗസമത്വ വിപ്ലവം ചീറ്റിപ്പോകുമോ? മുസ്ലിം പള്ളികളിൽ കയറാൻ ഇവർക്ക് ധൈര്യമില്ലാത്തത് അവിടെ കിട്ടുന്ന പ്രതികരണം ഭയന്നാണെന്ന് വ്യക്തമാണ്. ന്യൂനപക്ഷങ്ങളെ തൊടുന്നത് അപകടകരമാണെന്നുള്ള അവരുടെ ചിന്താഗതിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്കും പണമുള്ളവർക്കും മാത്രം ലഭ്യമായിരുന്ന നീതി ഇനി ഓരോ പൗരനും അർദ്ധരാത്രിയിലും ലഭ്യമാകുമെന്ന സന്ദേശം ജസ്റ്റിസ് സൂര്യകാന്ത് നൽകുകയാണ്. മാത്രവുമല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനായി ജനങ്ങളെ വിഭജിക്കുന്ന ഭരണാധികാരികൾക്ക് ഇതൊരു താക്കീത് തന്നെയാണ്. ശബരിമല കേവലം ഒരു ക്ഷേത്രത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പോരാട്ടമാണ്. ആ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി കോടതിയിലൂടെ തന്നെ വരുന്നു എന്നത് ഒരു കാവ്യനീതിയുമാണ്. ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സംഘപരിവാർ അജണ്ട എന്ന് വിളിച്ച് എല്ലാ കോടതി വിധികൾക്കും രാഷ്ട്രീയ നിറം നൽകുന്ന പഴയ തന്ത്രം ഇനി ചെലവാകില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നതും ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുമുള്ള സത്യം ഇവിടെ ജയിക്കാൻ പോകുന്നു. വിശ്വാസികളുടെ കണ്ണുനീർ വീഴ്ത്തിയവർക്ക് ഇവിടെ മാപ്പില്ല. എന്തായാലും ഇതിനുള്ള പ്രഹരം ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും.